ഇനി മകരം കൂറാണ്. മകരക്കൂറത്തിന് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തരയും അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദവും ചേർന്നതാണ് മകരക്കൂറ്. ഇവർക്ക് 6-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ മത്സര പരീക്ഷകളിലോ ഇൻ്റർവ്യൂകളിലോ അതുപോലെ ചില സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെയുള്ള നടപടികളിലും ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഫലം അഥവാ ജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എതിരാളികളെ മറികടന്ന് തൻ്റെ കാര്യങ്ങൾ സ്ഥാപിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. ജോലിസ്ഥലത്തും അല്ലെങ്കിൽ ബിസിനസ് അവർക്ക് അച്ചടക്കവും സമയപാലനവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരും. ആഗസ്റ്റ് 5-ന് ശേഷം ബുധൻ 7-ാം ഭാവത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ചില പുതിയ കരാറുകളോ ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകളോ പങ്കാളിത്തങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. നിയമപരമായിട്ടുള്ള രേഖകൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. ധനപരമായിട്ട് സാമ്പത്തിക സ്ഥിതി കുറച്ച് മെച്ചപ്പെടുന്നതായിട്ട് കാണാം. പഴയ കുടിശ്ശികകളൊക്കെ തിരിച്ചു ലഭിക്കാൻ സാധിക്കും. യാത്ര, പഠനം, അതുപോലെ ചില കുടുംബാവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില ചിലവുകളൊക്കെ കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് വരുമാനത്തേക്കാളേറെ ചിലവ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ആരോഗ്യപരമായിട്ട് സന്ധികൾക്ക് വേദന ഉണ്ടാവുക, മുട്ടുവേദന, നടുവേദന, അതുപോലെ ജോലിഭാരം കാരണമുണ്ടാകുന്ന ക്ഷീണം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസേനയുള്ള ലഘുവ്യായാമങ്ങൾ, നടപ്പ് മുതലായിട്ടുള്ളവയിൽ കൂടെ അതൊക്കെ പരിപാലനം ചെയ്യേണ്ടതാണ്. കുടുംബത്തിൽ ആത്മീയ അന്തരീക്ഷം കൂടുതൽ നന്നാകും. അത് കുറച്ചുകൂടെ വർദ്ധിക്കും. മുതിർന്നവരുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകും. ദാമ്പത്യത്തിലാകട്ടെ ഒരു തുറന്ന ആശയവിനിമയം കൊണ്ട് ബന്ധം ഊഷ്മളമായിട്ട് നിലനിർത്താൻ സാധിക്കും. ഇവർക്കൊരു പരിഹാരമായിട്ട് ശനി ഗ്രഹത്തെയും സൂര്യനെയും പൂജ നടത്തുക, അല്ലെങ്കിൽ ആ മന്ത്രങ്ങൾ ജപിക്കുക, അങ്ങനെയുള്ള നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, വഴിപാട് നടത്തുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നു.